സൂപ്പർ എയ്റ്റിൽ ഇന്ന് രണ്ട് തുല്യ ശക്തികളാണ് നേർക്കുനേർ വന്നത്. സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം നടന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. അവസാനം ഇംഗ്ലണ്ടിന് 6 ബോളിൽ 14 റൺസ് ആവശ്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. അവർക്ക് നല്ല തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. ഡീകോക്ക് ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 65 റൺസ് ഡീകോക്ക് അടിച്ചുകൂട്ടി. അതുപോലെ മില്ലർ 43 റൺസും എടുത്തു. ഇതോടുകൂടി സൗത്ത് ആഫ്രിക്കൻ ടീമിനെ മാന്യമായ ടോട്ടൽ ഇന്ന് ലഭിച്ചു. സൗത്ത് ആഫ്രിക്ക ഇന്ന് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിന് ഇംഗ്ലണ്ട് ഇറങ്ങി. ഇംഗ്ലണ്ടിനെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സാൾട്ടും ബട്ട്ലറും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. പിന്നീട് വന്ന ബെയർസ്റ്റോയും പെട്ടെന്ന് ഔട്ടായപ്പോൾ ഇംഗ്ലണ്ട് ശരിക്കും ഒന്ന് ഡൗൺ ആയി. പിന്നീട് ഇംഗ്ലണ്ട് ടീമിൽ പിടിച്ചു നിന്നത് ഹാരി ബ്രൂക്ക് ആയിരുന്നു. ബ്രൂക്ക് ഇന്ന് 53 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലിയാൻ ലിവിങ്സ്റ്റണും അടിച്ചു കളിച്ചു. അങ്ങനെ ഇംഗ്ലണ്ട് ടീമിന് ലാസ്റ്റ് 6 ബോളിൽ 14 റൺസ് ആവശ്യമായിരുന്നു. ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് പോയി. സെക്കൻഡ് ബോളിൽ 1 റൺസ് ഇംഗ്ലണ്ട് നേടി. മൂന്നാം ബോളിൽ ബൗണ്ടറി നേടി. ഇതോടുകൂടി ഇംഗ്ലണ്ട് കളി ജയിക്കുമെന്ന വിശ്വാസം അവർക്ക് വന്നു. അവസാന ഓവറിൽ സാം കറനും ആർച്ചറുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ ബൗണ്ടറിക്ക് ശേഷം 4-ാം ബോള് ഡോട്ട് ബോളായി. 5-ാം ബോളിൽ 1 റൺസ് നേടി. അങ്ങനെ ഒടുവിൽ ഇംഗ്ലണ്ട് ടീം 7 റൺസിന് കളി തോറ്റു. വിജയിക്കേണ്ട മത്സരം ഇംഗ്ലണ്ട് അവസാനം കൊണ്ടുപോയി കളഞ്ഞു. സൗത്ത് ആഫ്രിക്ക അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.